ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം ഹാഷ്ടാഗ് ടാഗ് ലൈൻസ്, അതായത് കീവേഡ്സ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ, ഇതെല്ലാം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതിയോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. എനിക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എഡിറ്റിംഗ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ വാട്സപ്പ് ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ എടുക്കുന്ന കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്, എല്ലാവരുടെയും കേട്ടോ. അങ്ങനെ അത്തരം ചാനൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, ഈ ഹാഷ്ടാഗും ടാഗ് ലൈൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ടവരെ, ഹാഷ്ടാഗും ടാഗ് ലൈൻസുകളും പലപ്പോഴും നിങ്ങളോട് പലരും പറയാറുണ്ട്, നിങ്ങൾ വൈറലായി കത്തി നിൽക്കുന്ന ഹാഷ്ടാഗും ടാഗ് ലൈൻസും കൊടുക്കൂ എന്നൊക്കെ. അത്തരത്തിൽ നിങ്ങൾ വൈറലായി കത്തി നിൽക്കുന്ന ഹാഷ്ടാഗുകൾ ഒക്കെ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹാഷ്ടാഗുകളും ടാഗ് ലൈൻസും ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങളുടെ വീഡിയോസുമായി ഒരു ബന്ധവുമില്ലാത്ത ഹാഷ്ടാഗുകളും ടാഗ് ലൈനും ഒക്കെ പലരും കൊടുക്കുന്നത് കാണാം. ഒന്ന്. രണ്ട്, എന്തെങ്കിലും ഹാഷ്ടാഗും ടാഗ് ലൈൻസുകളും ഒക്കെ കുറേ വന്ന് എവിടെന്നെങ്കിലൊക്കെ എടുത്ത് കോപ്പി ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇനി മറ്റൊന്ന്, പല ടൂൾസുകളും ഇപ്പോൾ കിട്ടാറുണ്ട് നമുക്ക്. ഹാഷ്ടാഗ് ആയാലും ടാഗ് ലൈൻസ് ആയാലും ടാഗ് ലൈൻ മേക്കർ, ഹാഷ്ടാഗ് മേക്കർ എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ ആ വിഷയം മാത്രം ഒന്ന് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹാഷ്ടാഗുകൾ നമുക്ക് കിട്ടും. അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തിനാണ് ഹാഷ്ടാഗ് ചേർക്കുന്നത്, എന്തിനാണ് ടാഗ് ലൈൻസ് ചേർക്കുന്നത് എന്നുള്ളതാണ്. പലരും അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്, ഓക്കെ, ഇത് ഞങ്ങളുടെ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതും ഒരു ഉത്തരമാണ്. എന്നാൽ പ്രേക്ഷകർക്ക് മാത്രമല്ല, യൂട്യൂബിനും ഇത് എന്ത് വീഡിയോസ് ആണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു ഹാഷ്ടാഗും ടാഗ് ലൈൻസും ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഇനി ഇടുന്ന ഹാഷ്ടാഗും ടാഗ് ലൈൻസും ഇപ്പോൾ എന്ത് വീഡിയോസ് ആണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് യൂട്യൂബിന് മനസ്സിലാക്കി കൊടുക്കണം. റിയാക്ഷൻ വീഡിയോസ് ആണ്, നിങ്ങൾ ഇടുന്ന വീഡിയോസ് മലയാളത്തിലുള്ള വീഡിയോസ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കേരളത്തിൽ നിന്നാണ് ഈ വീഡിയോസ് പോകുന്നത്. ഈ കാര്യങ്ങളും നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങളെയും നിങ്ങൾ ഹാഷ്ടാഗിലും ടാഗ് ലൈൻസിലും കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ മാത്രമേ അത് യൂട്യൂബ് അൽഗോരിതം കറക്റ്റായിട്ട് കണ്ടെത്തി അത് വേണ്ടവർക്ക് യൂട്യൂബ് സപ്ലൈ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ പോയില്ല. ഓക്കെ, റെക്കമെൻഡേഷൻ ആയിട്ട് പോകണം. അല്ലെങ്കിൽ ആരൊക്കെയാണ്, എത്തരം വീഡിയോസുകളാണ്, ഇന്നലകളിൽ കണ്ട എത്തരം വീഡിയോസുകളാണ്, അതേ പാറ്റേൺ ഉള്ള വീഡിയോസ് ആയിരിക്കും എനിക്ക് പിന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ, എൻ്റെ ഇഷ്ടങ്ങൾ യൂട്യൂബിന് അറിയണമെങ്കിൽ, യൂട്യൂബിന് നിങ്ങളുടെ വീഡിയോസ് എന്ത് വീഡിയോസ് ആണ്, എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ആണോ എന്ന് യൂട്യൂബിന് അറിയണം. അപ്പോൾ തീർച്ചയായിട്ടും ഹാഷ്ടാഗും ടാഗ് ലൈനും അവിടെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമ പാട്ടോ അതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ഹാഷ്ടാഗോ ടാഗ് ലൈനോ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഇതിവിടെ പറയാൻ കാരണം, പലരും വീഡിയോസ് ഒരു സാമ്പാർ പരുവത്തിലായിരിക്കും പലരും ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ട്യൂട്ടോറിയൽ ക്ലാസ്സിലുള്ള ആളുകളുടെ ചാനൽ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പലരും മോണിറ്റൈസേഷൻ വരെ ആയവരുണ്ടായിരിക്കാം. പക്ഷേ പിന്നീട് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അവരെ വീഡിയോസ് ഒരു വിചാരിച്ച രൂപത്തിൽ കയറില്ല. അപ്പോൾ പലപ്പോഴും പല ടെക്കുകാരും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരേ കാറ്റഗറിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക, ഒരേ കാറ്റഗറിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരേ കാറ്റഗറിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രമേ യൂട്യൂബ് അൽഗോരിതം കറക്റ്റായിട്ട് പ്രവർത്തിക്കൂ. അൽഗോരിതത്തിന് കറക്റ്റായിട്ട് നിങ്ങൾ ഇത്തരം കണ്ടന്റുകൾ മാത്രം ഇടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത്തരം ടാസ്റ്റുകൾ അറിയുന്നവരിലേക്ക് കൃത്യമായി നിങ്ങളുടെ വീഡിയോസ് ഇടാൻ യൂട്യൂബിന് വളരെ ഈസി ആയിരിക്കും. ഇന്നൊരു കുക്കിംഗ് വീഡിയോസ് ചെയ്ത് നാളെ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ സ്വഭാവം മാറുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാറ്റഗറി മാറുകയാണ്. അപ്പോൾ നിങ്ങൾ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് കാറ്റഗറി തിരഞ്ഞെടുത്ത് ഒരേ പാറ്റേണിൽ പോവുക. മാത്രവുമല്ല, ഈ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടമാണോ എന്നുള്ളതും, റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം മറ്റു എൻ്റർടൈൻമെൻറ്റുകൾ ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സ്
അത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കണം. അല്ലാതെ വെറുതെ കുറേ സബ്സ്ക്രൈബേഴ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ കയറി കഴിഞ്ഞാൽ, അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി ഒരു വീഡിയോസ് ഇട്ടാൽ ഒരു പക്ഷേ 2000-ന് മുകളിൽ അത് കയറാൻ പറ്റും. അത് ആ വീഡിയോസ് ആളുകൾ കാണും. എന്നാൽ 20,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 200 പേര് കണ്ടില്ലെന്ന് വരും. ഇവിടെ കാറ്റഗറിയാണ്. ഇവിടെ എന്താണ് അവർക്ക് പ്രശ്നമായി വരുന്നത്? അവരിടുന്ന വീഡിയോസ്, അതായത് ഈ മിക്സിംഗ് ആണ് അവരിടുന്നത്. ഒരു ദിവസം കുക്കിംഗ് ഇട്ടാൽ മറ്റൊരു ദിവസം വ്ളോഗ് ഇടുന്നു, അതിൻ്റെ അടുത്ത ദിവസം അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ദിവസം പാട്ട് പാടൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോങ്സിൻ്റെ ഒക്കെ ചാനൽ, അങ്ങനെ മാറ്റിയും മറിച്ചും കാറ്റഗറികൾ തിരിച്ചിടുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നേരെ മറിച്ച് നിങ്ങൾ ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ഒരു വ്യക്തി, അവൻ്റെ 200 സബ്സ്ക്രൈബറും അവനെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അവനൊരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കും, അല്ലെങ്കിൽ അവനൊരു കുക്കിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന 200 പേരും ആ വീഡിയോസ് 200 പേരിലേക്ക്, കുറച്ച് പേരിലേക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ് അവരെല്ലാം കണ്ടു കഴിയുമ്പോൾ വീണ്ടും അതേ സ്വഭാവത്തിലുള്ള, അതേ ഇഷ്ടത്തിലുള്ള ആളുകളിലേക്ക് വീണ്ടും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരേ കാറ്റഗറി തിരഞ്ഞെടുക്കാം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇവിടെയാണ് ഓർഗാനിക് സബ് എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും അത് തന്നെ എടുത്തെടുത്ത് പറയാറുണ്ട്. ഓർഗാനിക് സബിൻ്റെ പ്രസക്തിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സബ്ബാണെന്ന് പറഞ്ഞ് തന്നാൽ പോലും, നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നാൽ പോലും നിങ്ങൾ വാങ്ങാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഓർഗാനിക്കായി നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നവർ മാത്രമാണ്. അവരാണ് അത്തരം സബ്ബുള്ള ചാനലുകൾ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. പിന്നീട് വീഡിയോസ് കയറാൻ ഉദാഹരണം സഹിതം പറഞ്ഞാൽ നിങ്ങൾ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോസ് ആണോ, അത് കറക്റ്റായിട്ട് ആഴ്ചയിൽ ഓരോരോ വീഡിയോസ് ഇട്ട് പോവുക. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദാഹരണം എൻ്റെ ചാനലിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. 10 ദിവസം മുന്നെയാണ് ഞാനൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെയും 10 ദിവസം മുന്നേ ആയിരിക്കും ഒരു കണ്ടന്റ് ഇട്ടിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഞാൻ കണ്ടന്റ് ഇടും. കുറച്ച് കാലത്തേക്ക് ഞാൻ കണ്ടന്റ് ഇടില്ല. അത് നമ്മുടെ തിരക്കിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ നിങ്ങൾ ഇടാതെ കൃത്യമായിട്ട് ഒരു ആഴ്ചയിൽ 2 കണ്ടന്റ് ഇട്ടാൽ മതി. അത് കൃത്യ അളവിൽ കൃത്യസമയത്ത് ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. കൃത്യസമയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് കൃത്യമായി പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുക. അല്ലാതെ ദിവസവും വീഡിയോസ് ഇടൂ എന്ന് പറയുന്നതിനെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നില്ല. പല ആളുകളും അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹാഷ്ടാഗും ടാഗ് ലൈനും നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോസ് നിങ്ങൾ വൈറലായി, എന്തെങ്കിലും ഒരു അബദ്ധവശാൽ വൈറലായാലും അടുത്ത വീഡിയോസിന് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ബാധിക്കും. വരും വീഡിയോസിനെ ബാധിക്കും. കാരണം യൂട്യൂബ് ഓരോ വീഡിയോസ് കഴിയുമ്പോഴും അതിൻ്റെ അൽഗോരിതം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് അടുത്ത വീഡിയോസിലും അതേ ഇത് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിനെ വരെ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അതുമായി ബന്ധമില്ലാത്ത കാര്യം വരുമ്പോൾ ഒരു പക്ഷേ യൂട്യൂബ് തന്നെ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മിനിമം ഡ്യൂറേഷൻ, ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വളരെ കുറവാകും. കാരണം കുറച്ച് ഭാഗം കാണുമ്പോഴേക്കും ആളുകൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഉദ്ദേശിച്ച വീഡിയോസ് അല്ല, അല്ലെങ്കിൽ തമ്പനയിൽ പറഞ്ഞ വീഡിയോസ് അല്ല ഇയാൾ ഇട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മിനിമം ഡ്യൂറേഷൻ കുറയുകയും ചെയ്യുമ്പോൾ യൂട്യൂബ് എത്ര പേര് കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ്, അല്ലെങ്കിൽ എത്ര സമയം കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുക. യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അവിടെ സ്ലോ ആയി പോകും. നിങ്ങൾ വീഡിയോസ് കാണാതാവും. അതോടുകൂടി ആ വീഡിയോസിൻ്റെ മൂവ്മെന്റ് അവിടെ നിലക്കും എന്നുള്ളതാണ്. പിന്നെ പൊതുവേ നിങ്ങൾ പല ആപ്പുകളിൽ നിന്നും എടുക്കുന്ന ഇത്തരം ഹാഷ്ടാഗുകളും ടാഗ് ലൈൻസും മേക്കറുകളും ഒരേ സമയം എടുത്ത് പേസ്റ്റ് ചെയ്യാതിരിക്കുക. അത് ഞാനടിച്ചാലും നിങ്ങളടിച്ചാലും അവനടിച്ചാലും അവളടിച്ചാലും ആര് ടൈപ്പ് ചെയ്താലും ഒരേ ഹാഷ്ടാഗും ടാഗ് ലൈനാണ് കൊടുക്കുന്നത്. അപ്പം അത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള ടാഗ് ലൈനോ ഹാഷ്ടാഗോ ഒന്നും അതിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വീഡിയോസ് എങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് ആളുകൾ ടൈപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള കീവേഡ്സുകൾ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഹാഷ്ടാഗുകളും അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസുമായി ബന്ധമുള്ളത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് പ്രത്യേകമായി തോന്നി. ഈ ഹാഷ്ടാഗും ടാഗ് ലൈൻസിൻ്റെയും ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.